ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ ചെറുക്കനെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. നമ്മുടെ മണക്കാലയിലുള്ള അനുഗ്രഹ കാർ വാഷിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി, കാറിൻ്റെ അടിവശവും ഉൾവശവും എല്ലാം വൃത്തിയാക്കി പോളിഷ് ചെയ്ത് അവന്മാർ സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ ചെക്കനെ. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് യാത്രയായി. നമ്മളിപ്പോൾ പുനലൂരുള്ള വിളക്കുപാറ എന്നൊരു സ്ഥലത്താണ് പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി സ്പോട്ടാണേ. പോകുന്ന വഴിക്ക് കണ്ട ഒരു ഹോസ്പിറ്റൽ കാണാം. അത് എസ്റ്റേറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ അടിപൊളി വ്യൂ ആണുള്ളത്. പോകുന്ന യാത്രയിലെ റോഡുകളും അയലും രണ്ട് സൈഡ് ഇരുവശങ്ങളിലുള്ള വൃക്ഷങ്ങളും നല്ല ഒരു കിടിലം യാത്രയായിരുന്നേ. അപ്പോൾ നല്ല എന്താ പറയുക, റോഡെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത റോഡാണ്. അതായത് ഈ നല്ല റബ്ബർ രണ്ട് സൈഡും വളർന്നേക്കാണ്. അതിനിടയ്ക്ക് കൂടെയാണ് ഈ റോഡുള്ളത്. ചെറിയ മഴയൊക്കെ പെയ്ത് തോന്നുന്ന കണക്കായതുകൊണ്ട് ഒരു ചെറിയ തണുപ്പും ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പെതുക്കെ വണ്ടി ഓടിച്ച് സുഖമായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഫൈനലി നമ്മൾ ഏകദേശം വിളക്കുപാറ എത്താറായി. അങ്ങനെ നമ്മൾ ഫൈനലി വിളക്കുപാറ എത്തി. ഇതാണ് വിളക്കുപാറ ഗൈസ്. ഇവിടുത്തെ പ്രത്യേകത ഉണ്ട്, ഈ കാണുന്ന അടിപൊളി ഒരു മലനിരകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം എണ്ണപ്പനയാണ്. ദൂരെ കാണുന്നതാണ് പാമ്പോയിലിൻ്റെ ഫാക്ടറിയാണ്. ഒരു 3-6 വാഗമണ്ണൊക്കെ പോയൊരു ഫെയിൽ കിട്ടി കേട്ടോ. കാരണം ഈ മഴയൊക്കെ ഇപ്പോൾ ചെറിയ ചാറ്റ മഴയും ഒരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 3-6 പോയൊരു ചെറിയ ഫെയിൽ കിട്ടി. എന്തായാലും കുറച്ച് നേരം അവിടെ ഇറങ്ങി സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ ഒരു ഫുഡ് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് വീണ്ടും മുന്നോട്ട് യാത്രയായി. അപ്പോൾ രണ്ട് സൈഡിലും ഒരു സൈഡ് മുഴുവനും നല്ല എണ്ണപ്പന നിൽക്കുകയാണ്. പക്ഷെ കിടില സ്പോട്ടാട്ടോ. ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം എനിക്കത്ത് പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും അവിടെ പോയി നല്ലൊരു നാടൻ ഫുഡ് കഴിച്ചു, ഒരു ഹോംലി ഫുഡ്. നമ്മുടെ മാങ്ങാ ചമ്മന്തിയും അതിൻ്റെ കൂടെ നല്ല ചോറും, പിന്നെ അതുപോലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കയാണ്. നല്ല നാടൻ ചക്ക പെരട്ട്, പിന്നെ തോരന്, മാമ്പഴ പുളിശ്ശേരി, പിന്നെ സാമ്പാർ, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പ്ലേറ്റ് എടുത്ത് അല്പം ബീഫും ചക്കയും ആദ്യം പിടിച്ചിട്ട് ട്രൈ ചെയ്ത് അല്പം മാമ്പഴ പുളിശ്ശേരിയും കൂടെ ചേർത്ത് ഒരു കഷ്ണം ബീഫ് എടുത്ത് ആ ചക്കയ്ക്കകത്തോട്ട് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഗൈസ്, ഒന്നും പറയാണ്ട് ഒരു പിടി പിടിച്ച് കേട്ടോ. ഒന്നും നോക്കിയില്ല, നല്ല രീതി കഴിച്ചു കഴിഞ്ഞ് എന്താ പറയുക, നല്ല രീതി കഴിച്ചു. അത്യാവശ്യം നല്ല രീതി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ വണ്ടി എടുത്തു തിരിച്ച് യാത്രയായി. അവിടെ കുറേ കാഴ്ചകൾ പിന്നെയും കാണാനുണ്ടായിരുന്നു. നല്ല മഴയായതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. എന്തായാലും ഈ ദിവസം പോകുമ്പം നല്ല വിധത്തേക്ക് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.